ഹായ് എവരിവൺ, AC കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ഫോർമാറ്റ് പഠിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 4 കോളംസ് ആണ് വരുന്നത്. ഒന്നാമത്തെ കോളം പർട്ടിക്കുലേഴ്സ്, രണ്ടാമത്തെ കോളം നോട്ട് നമ്പറിംഗ്, അതായത് നമ്മൾ വർക്കിംഗ് നോട്ട് എഴുതുമല്ലോ. അതായത് ഈ ഏതെങ്കിലും ഓരോ ഐറ്റംസിനകത്ത് എന്ത് ചെയ്യും, വർക്കിംഗ് നോട്ട് വരും. അപ്പോൾ ആ വർക്കിംഗ് നോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ വർക്കിംഗ് നോട്ട് നമ്പർ ഇവിടെ ഇട്ടേക്കണം. അതാണ് രണ്ടാമത്തെ കോളത്തിന് പേരുതാണ് നോട്ട് നമ്പർ എന്ന് പറയും. മൂന്നാമത്തെ കോളം കറണ്ട് ഇയറിലെ എമൗണ്ടും നാലാമത്തെ കോളം തന്നെ പ്രീവിയസ് ഇയറിലെ എമൗണ്ടും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഏത് ഇയറിലെ എമൗണ്ട് ആണോ മെൻഷൻ ചെയ്യുന്നത്, ഒരു ഇയറിലെ എമൗണ്ട് മാത്രം മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അത് ഏത് ഇയർ ആയിരിക്കും, കറണ്ട് ഇയറിലെ എമൗണ്ട് ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കോളം മാത്രം പഠിച്ചാൽ മതി ആൻസർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് ഫോർമാറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 ഇയറിലെ എമൗണ്ട് കോളം ഇട്ടേക്കാം. അപ്പോൾ അവിടെ ബ്ലാങ്ക് ആയിട്ട് ഒരു എക്സിൻ്റെ ഫിഗർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ ഓർഡർ തന്നെ പോകണം, ഡിസോർഡർ ആക്കാൻ പാടില്ല. ഡിസോർഡർ ആക്കേണ്ട എപ്പോഴാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ സെയിൽസിൻ്റെ എമൗണ്ടും സെയിൽസ് റിട്ടേണിൻ്റെ എമൗണ്ടും ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞുള്ള എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ കാണിക്കണം. ഓക്കെ, 2 ഇയറിലെ എമൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 2 ഇയറിലും എമൗണ്ട് കാണിക്കാം. ഓക്കെ ആണല്ലോ. ഇപ്പം നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യനകത്ത് നമുക്ക് കറണ്ട് ഇയറിലെ എമൗണ്ട് കാര്യം മാത്രമേ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ കോളം മാത്രം മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഐറ്റം എന്താണ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞതാണ് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുന്ന എമൗണ്ട് ആണ്. രണ്ടെന്താണ്, അതർ ഇൻകം. അപ്പോൾ അതർ ഇൻകം എന്ന് പറയുന്നത് മറ്റ് ഏതെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അത് നമ്മുടെ റെസിപ്റ്റ് എന്ന് പറയാം കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുമ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, രണ്ടാമത്തെ ഐറ്റം എന്താണ്, അതർ ഇൻകം ആണ് അല്ലേ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം കിട്ടുന്ന എമൗണ്ട് ആണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ടോട്ടൽ റവന്യൂ കണ്ടല്ലോ. അപ്പോൾ ഈ ടോട്ടൽ റവന്യൂ എന്നത് 1 + 2 അതാണ് ഇവിടെ കാണിക്കുന്നത്. 1 + 2 രണ്ടും കൂടെ കൂട്ടിയുള്ള എമൗണ്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലോസ് ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പോൾ മൂന്നാമത്തെ ഐറ്റത്തിൻ്റെ പേരാണ് ടോട്ടൽ റവന്യൂ ആണ് 1 + 2. അത് ഒന്നാമത്തെ ഐറ്റം. രണ്ടാമത്തെ ഐറ്റം കൂടെ ആ 2 എമൗണ്ട് ചെയ്യണം, കൂട്ടി കിട്ടുന്ന എമൗണ്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഈ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും A മുതൽ F വരെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് ചിലപ്പോൾ എല്ലാ ഐറ്റംസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉള്ള ഐറ്റംസ് മാത്രം എന്ത് ചെയ്യാൽ മതി, അതിവിടെ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസോർഡർ ആയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നാലാമത്തെ ഐറ്റം എക്സ്പെൻസിന്. അപ്പോൾ നിങ്ങൾ എക്സ്പെൻസിന് ഹെഡിങ് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് ഡിസോർഡർ ആക്കാൻ കേട്ടോ. ഓർഡർ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഡിസോർഡർ ആക്കാം, അത് നിങ്ങളുടെ ചോയ്സ്. അപ്പം നാലാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ എക്സ്പെൻസിന്. അപ്പോൾ അതിൽ വരുന്ന എന്തൊക്കെയാണ്, A എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ്. അതിൻ്റെ എമൗണ്ട് ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ് ആയിട്ട് പറയും. അപ്പോൾ ആ എമൗണ്ട് എന്തൊക്കെയാണ് അതിവിടെ കാണിക്കുക. രണ്ടെന്താണ്, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ എമൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കുക. അടുത്തതാണ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് സ്റ്റോക്ക് ഇൻ ട്രേഡ് കണ്ടോ. അതായത് ഇൻവെന്ററീസിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തുവാണെങ്കിൽ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ വർക്കിംഗ് പ്രോഗ്രസ് ആവാം, അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആവാം. ഓക്കെ അല്ലോ. അപ്പോൾ ചേഞ്ചസ് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞതാണ്, ഇൻവെന്ററിയുടെ വേറെ പേരുതാണ് സ്റ്റോക്ക് ആണല്ലേ. അപ്പോൾ സ്റ്റോക്കിനകത്ത് മാറ്റങ്ങൾ വരുവാണെങ്കിൽ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും പറഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം, കുറച്ച് കാണിക്കണം. അപ്പോൾ ആ ബാക്കി വരുന്ന എമൗണ്ട് ആണ് എന്തെന്ന് പറയാം, ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ. അപ്പോൾ നിങ്ങൾ സിയുടെ ഐറ്റം പഠിച്ചു കഴിഞ്ഞു. സിയുടെ ഐറ്റം എന്താണ്, ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്ത് വരും, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിരിക്കും. അത് രണ്ടും കൂടെ കുറച്ച് കിട്ടുന്ന എമൗണ്ട് ആണ് എവിടെ കാണിക്കുന്നത്, ഈ ഔട്ടർ കോളത്തിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വർക്കിംഗ് നോട്ട് വരും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർക്കുക, ഒന്നാമത്തെ നമുക്ക് വേണമെങ്കിൽ വർക്കിംഗ് നോട്ട് വരാം. അതായത് സെയിൽസ് റിട്ടേൺ വരുവാണെങ്കിൽ ചെയ്യണം, അതിന് കുറച്ച് കാണിച്ചിട്ട് വരുന്ന എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. അതിനാണ് വർക്കിംഗ് നോട്ട് വരുന്നത്. നേരെ മറിച്ച് റിട്ടേൺ ഇല്ലായിരുന്നെങ്കിൽ സെയിൽസിന്റെ എമൗണ്ട് മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് നോട്ട് വരത്തില്ല. അപ്പോൾ ആ സെയിൽസിന്റെ എമൗണ്ട് എന്ത് ചെയ്യാൻ മതി, ഇവിടെ കാണിച്ചാൽ മതി. റിട്ടേൺ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് കാണിക്കണം. ഓക്കെ ആണല്ലോ. റിട്ടേൺ വരുവാണെങ്കിൽ സെയിൽസിന് കുറയ്ക്കണം, റിട്ടേൺ വന്നില്ലെങ്കിൽ സെയിൽസിന്റെ എമൗണ്ട് വേണം ഇവിടെ കാണിക്കാൻ, ഇവിടെ കാണിക്കേണ്ടത്. മനസ്സിലായല്ലോ. റിട്ടേൺ വരുമ്പോൾ വർക്കിംഗ് നോട്ട് വരും, റിട്ടേൺ വന്നില്ലെങ്കിൽ വർക്കിംഗ് നോട്ട് വരത്തില്ല. അതോടൊപ്പം തന്നെ അതർ ഇൻകത്തിന്റെ എമൗണ്ട് ഡയറക്റ്റ് തരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഐറ്റംസ് വന്നിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ചെയ്യണം, അതെല്ലാം കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, അത് ഔട്ടർ കോളത്തിൽ കാണിക്കണം.
മനസ്സിലായോ? അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന് വർക്കിംഗ് നോട്ട് ഉണ്ടെങ്കിൽ അവിടെ 2 എന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ 1 പിന്നെ ഇവിടെ 2 കണ്ടോ. നിങ്ങൾ എഴുതുന്നതനുസരിച്ച് വർക്കിംഗ് നോട്ട് നമ്പർ എത്രയാണോ ആ നമ്പർ ഇവിടെ കാണിച്ചാൽ മതി, അത്ര ഓർത്താൽ മതി. ഇനി ഡി എന്താണ്? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് അല്ലെ. അപ്പോൾ എംപ്ലോയിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളും കാണും. അതായത് അവർ ജോലി ചെയ്യുന്ന ഭാഗമായിട്ട് എന്തൊക്കെ കിട്ടുന്നത്? സാലറി ഉണ്ടാവും, ബോണസ് ഉണ്ടാവും, പ്രോവിഡന്റ് ഫണ്ട് ഉണ്ടാവും അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് വരുമ്പോഴാണ് എന്തെന്ന് പറയുക? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് പറയും. അപ്പോൾ ഇതിന് വർക്കിംഗ് നോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഉണ്ടല്ലോ. അപ്പോൾ വർക്കിംഗ് നോട്ട് വരുന്ന ചാൻസ് എവിടെയൊക്കെയാണ്? സി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും, ഡി ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി ഈ എന്താണ്? ഫിനാൻസ് കോസ്റ്റ്. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിബഞ്ചേഴ്സിൽ നിന്നും ലോൺ കിട്ടുന്നതും അതോടൊപ്പം തന്നെ ഷെയർസിന് നമുക്ക് ഇത് കിട്ടുമല്ലോ, പ്രീമിയം കിട്ടണം, അങ്ങനെ എന്തെങ്കിലുമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് ഫിനാൻസ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. അടുത്ത എഫ് എന്താണ്? ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് കേട്ടോ. ഏതെങ്കിലും ഫിക്സഡ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റിനാണല്ലോ ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്, ഇൻടാഞ്ചിബിൾ അസറ്റിനാണ് അമോർട്ടൈസേഷൻ സംഭവിക്കുന്നത്. മനസ്സിലല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും അസറ്റുകളിനകത്ത് എന്ത് സംഭവിക്കാം? ഡിപ്രീസിയേഷനോ അമോർട്ടൈസേഷനോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിവിടെ കാണിക്കാം. പിന്നെ അതർ എക്സ്പെൻസ്. അതർ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അറിയാലോ, നിങ്ങളുടെ BRL അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന കുറേ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ വേറെ എന്തെങ്കിലും അതർ എക്സ്പെൻസ്, അതായത് എംപ്ലോയീസിന് കൊടുക്കാത്ത കാര്യങ്ങൾ. എംപ്ലോയീസിന് കൊടുക്കുന്ന എന്തൊക്കെയാണ്? സാലറീസ്, ബോണസ്, BF. അങ്ങനെ അല്ലാത്ത വേറെ എന്തെങ്കിലും എക്സ്പെൻസ്, അതായത് അഡ്വർടൈസ്മെന്റോ ബാഡ് ഡെപ്സ്, പിന്നെ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓഡിറ്റ് ഫീ, ലീഗൽ ചാർജ്, അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാം? അതർ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ എക്സ്പെൻസ് വരും. അപ്പോൾ ഈ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ നാലാമതിന് A തൊട്ട് G വരെ ആ എല്ലാ ഐറ്റംസിന്റെ എമൗണ്ട് എന്ത് ചെയ്യണം? കൂട്ടി വേണം എവിടെ കാണിക്കാൻ? ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത്. മനസ്സിലായല്ലോ. ഓക്കെ. ഇനി അഞ്ചാമത്തെ ആയിട്ടാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുവച്ച ടോട്ടൽ റവന്യൂന്റെ എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ടും അതോടൊപ്പം നമ്മൾ എക്സ്പെൻസ് എല്ലാം കൂടെ കൂട്ടിയിട്ടുന്ന എമൗണ്ട് ഇല്ല, ടോട്ടൽ എക്സ്പെൻസ്, ആ എമൗണ്ട് കൂടെ ചെയ്യണം, കുറച്ച് കാണിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും കേട്ടോ. 3 - 4. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ ഏതാണ്? ടോട്ടൽ റവന്യൂ ആണ്. 4 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന എമൗണ്ട് ആണ് ഈ 4 എന്ന് പറയുന്നത് കേട്ടോ. ഈ ടോട്ടൽ എക്സ്പെൻസ് ആണ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി ആറാമത്തെ ഐറ്റം എന്താണ്? ടാക്സ് എക്സ്പെൻസ്. അത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും ടാക്സ് കൊടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടാക്സ് എക്സ്പെൻസ് ആയിട്ട് എഴുതാം. അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സിന് ആ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യണം? കുറച്ച് കാണിക്കണം. കണ്ടല്ലോ. ആ കുറച്ച് കാണിച്ചു കിട്ടുന്ന എമൗണ്ട് ആണ് ബാക്കി എന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയും. മനസ്സിലായോ? അത് നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് എന്ന് വെച്ചാൽ ആ വർഷത്തെ ലാഭവും നഷ്ടം കണക്കാക്കി വെച്ചിട്ടുള്ള എമൗണ്ട് ആണ്, ആ ടാക്സ് കഴിഞ്ഞുള്ള എമൗണ്ട് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിൾ ആണ് ഈ ഫോർമാറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അഞ്ചാമത്തെ ഐറ്റം മനസ്സിലായല്ലോ. പ്രോഫിറ്റ് ബിഫോർ ടാക്സിന് എന്താണ്? നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയ ടോട്ടൽ റവന്യൂ ടോട്ടൽ എക്സ്പെൻസും കൂടെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ആ എമൗണ്ട് ആണ് ഇവിടെ കാണിച്ചത്. അതിനകത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ടാക്സിന്റെ എമൗണ്ട് ക്വസ്റ്റിനകത്ത് പറയുമ്പോൾ അത് കുറച്ച് കാണിക്കാൻ. മനസ്സിലായോ? ഇതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ എമൗണ്ട് ഒരു ഹൈഫൻ കൊടുക്കുകയോ നില്ലെന്ന് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? മുകളിൽ കിടക്കുന്ന എമൗണ്ട് അത് താഴോട്ട് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ടാക്സ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, ടാക്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ നില്ല് കാണിച്ചിട്ട് മുകളിൽ കിടക്കുന്ന എമൗണ്ട് അത് താഴോട്ട് ഇറക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിൾ ആണ്, ഒരു പാടുമില്ല. ഈ ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ചേക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രോബ്ലം നോക്കാം. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഇല്ലസ്ട്രേഷൻ 3.2 നോക്കുക. ഞാൻ ക്വസ്റ്റിനെ റീഡ് ചെയ്യാം. ഫ്രം ദി ഫോളോയിങ് ഫിഗേഴ്സ് റിലേറ്റിംഗ് ടു XY ലിമിറ്റഡ് ഉണ്ടോ? XY XZ ലിമിറ്റഡ് കമ്പനിയുടെ ഫിഗേഴ്സുകളാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്, ഓരോ ഐറ്റംസിന്റെ. എന്നിട്ട് പറയാം ഫോർ ദി ഇയർ എൻ്റെ 31 മാർച്ച് 2020 ഉണ്ടോ? 2020 മാർച്ച് 31 അവസാനിക്കുന്ന ഇയറിന് ആ ഒരു ഡേറ്റിൽ XY ലിമിറ്റഡ് കമ്പനിയുടെ എന്താണിത്? ഇൻഫർമേഷനുകളാണ് താഴെ ഓരോന്ന് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അലോങ് വിത്ത് അക്കമ്പനിങ് നോട്ട്സ് ഉണ്ടോ? അപ്പോൾ നിങ്ങളുടെ എന്ത് പ്രിപ്പയർ ചെയ്യാൻ വരയ്ക്കുന്ന? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം അല്ലേ? അവിടെ എന്ത് വരും? ചിലയിടത്ത് വർക്കിംഗ് നോട്ട് വരും, അതാണ് അക്കമ്പനിങ് നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. സെയിൽസ് ഉണ്ടോ? അപ്പോൾ സെയിൽസ് അറിയാലോ, റവന്യൂ ഫ്രം ഓപ്പറേഷന്റെ ഭാഗമാണ് അല്ലേ? അപ്പോൾ സെയിൽസിനോടൊപ്പം ആര് വരണം? സെയിൽസ് റിട്ടേൺ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് കുറച്ച് കാണിക്കണം അല്ലേ? പിന്നെ ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അത് നമുക്ക് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല, അത് ബാലൻസ് ഷീറ്റിൽ പോകുന്ന ഐറ്റമാണ്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് കണ്ടല്ലോ. പ്രീമീസസ് ഉണ്ട്, പ്രീമീസസ് നമുക്ക് ഇവിടെ വേണ്ട. PF കോൺട്രിബ്യൂഷൻ അതായത് പ്രോവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ പറയാം. പിന്നെ മെഷീനറി അത് നമുക്ക് ഇവിടെ വേണ്ട. ഈ ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രീമീസസും മെഷീനറി എടുക്കേണ്ട എന്ന് പറയുന്ന കാരണം എന്താണ്? അതെല്ലാം ബാലൻസ് ഷീറ്റിൽ പോകുന്ന ഐറ്റമാണ്. ഇത് ലൈബിലിറ്റി. പ്രീമീസസ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്,
മെഷീനറി എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. അതോടൊപ്പം തന്നെ ടാക്സ് എക്സ്പെൻസ് ഫോർ ഇയർ ഉണ്ടോ, ആ വർഷത്തേക്ക് നമുക്ക് എന്തുണ്ടെങ്കിലും ടാക്സ് ചിലവായിട്ടുണ്ട്. പിന്നെ സെയിൽസ് റിട്ടേൺ കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു സെയിൽസ് ചെയ്യുന്ന സെയിൽസ് റിട്ടേൺ കുറയ്ക്കേണ്ടി വരും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, റവന്യൂ ഫ്രം ഓപ്പറേഷൻ കിട്ടും. അപ്പൊ നമുക്ക് വർക്കിംഗ് നോട്ട് വന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, താണ്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പം എന്ത് ചെയ്യണം, ഫോർമാറ്റ് വരച്ചിട്ട് അതിന്റെ താഴെ വേണം നിങ്ങൾ ചെയ്യാൻ വർക്കിംഗ് നോട്ടായിട്ട് എഴുതേണ്ടത്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ആദ്യത്തെ വർക്കിംഗ് നോട്ട് എന്താണ്, നമ്പർ 1 കൊടുത്തിട്ട് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഹെഡിങ് എഴുതുക കണ്ടല്ലോ. അപ്പൊ വായിച്ചേ, സെയിൽസ് ആണ് അല്ലെ. സെയിൽസ് നമ്മുടെ 15,50,000. അതിനകത്ത് എന്തുണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്. അപ്പൊ അത് കുറച്ച് കാണിക്കണം. കുറയ്ക്കുമ്പോൾ 50,000 കുറയ്ക്കല്ലേ. അപ്പൊ ബാലൻസ് എത്ര ഉണ്ട്, 15 ലക്ഷം ഉണ്ട്. അപ്പോൾ ഈ എമൗണ്ട് ആണ് എന്തെന്ന് പറയുക, റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പൊ ഞാൻ ഫോർമാറ്റ് കാണിച്ചു തരാം. സോറി, ഫോർമാറ്റ് അല്ല, ഞാൻ പ്രോബ്ലം കാണിച്ചു തരാം. കണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം, 3 കോളംസ് ആണ് വരയ്ക്കുന്നത്. കാരണം കറണ്ടിയുള്ള എമൗണ്ട് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമ്മളിത് ഹെഡിങ് തരുന്നു, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ഇയർ എൻഡഡ് 31/3/2020 അല്ലെ. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 3 കോളംസ് വരയ്ക്കാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, പർട്ടിക്കുലേഴ്സിന് എഴുതുന്നു. രണ്ടാമത്തെ കോളം വർക്കിംഗ് നോട്ട്. മൂന്നാമത്തെ കോളം എന്താണ്, എമൗണ്ട് ആണ് അല്ലെ. അത് കറണ്ടിയുള്ള എമൗണ്ട് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് എന്താണ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് അല്ലെ. അപ്പൊ ഞാൻ വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ന് കൊടുത്തു. എത്ര കണ്ടു വെച്ചാൽ നമ്മൾ 15 ലക്ഷമാണ് അല്ലെ. സെയിൽസിന് സെയിൽസ് റിട്ടേൺ കുറച്ചുള്ള എമൗണ്ട് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി രണ്ടാമതായിട്ട് എന്താണ്, അതർ ഇൻകം ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് എന്തില്ല, അതർ ഇൻകം മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് താഴെയൊന്നും ഓരോന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അതില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടെണ്ണയിട്ട് അതർ ഇൻകം എന്ന് കൊടുക്കുക. അതിനില്ലാത്ത നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹൈഫൻ കൊടുക്കണം കേട്ടോ. അപ്പൊ 15 ലക്ഷത്തിന്റെ ആ എമൗണ്ട് നമുക്ക് താഴോട്ട് എഴുതാം കേട്ടല്ലോ. ഒന്നെങ്കിൽ നില്ലെന്ന് എഴുതാം, അല്ലെങ്കിൽ ഹൈഫൻ എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എമൗണ്ട് ചെയ്യാം, അത് താഴോട്ട് ഇറക്കിയാൽ മതി. അപ്പൊ നമുക്ക് മൂന്നാമത് എന്ത് കിട്ടും, ടോട്ടൽ റവന്യൂ കിട്ടും അല്ലെ. അത് 1 + 2 ആയി. അതായത് 1ഉം 2ഉം കൂടെ കൂട്ടിയപ്പോൾ എമൗണ്ട് ആണ് ടോട്ടൽ റവന്യൂ പറഞ്ഞു. 2 കൂട്ടാനൊന്നും ഇല്ല. അപ്പൊ 1ന്റെ എമൗണ്ട് തന്നെ താഴെ കാണിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2 വരെയിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി നാലാമത്തെ ഐറ്റം എന്താണ്, എക്സ്പെൻസ് ആണ് അല്ലെ. അപ്പൊ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഐറ്റം എന്താണ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂമഡ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റിനകത്ത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂമഡ് ഉണ്ടോ നോക്കി, ഉണ്ട്. ഇത് അടക്കണം കേട്ടോ. ലാസ്റ്റ് എടുക്കുന്ന ഐറ്റം കേട്ടോ, മെറ്റീരിയൽസ് കൺസ്യൂമഡ്. എത്ര രൂപ, 8 ലക്ഷം രൂപയാണ്. അപ്പൊ അതാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂമഡ് എന്ന് കൊടുത്തിട്ട് 8 ലക്ഷം കാണിക്കും കണ്ടല്ലോ. ഓക്കെ. പിന്നെ അടുത്തെന്താണ്, ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെ. അത് വർക്കിംഗ് നോട്ട് നമ്പർ 2 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ആ ക്വസ്റ്റിനകത്ത് എന്ത് പറയും, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും പറയും. ആ 2 എമൗണ്ട് ചെയ്യണം, കുറച്ച് കാണിക്കണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് കിട്ടും. അപ്പൊ അതിനകത്ത് ഉണ്ടോ നോക്കി, ക്വസ്റ്റിനകത്ത് ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ കിടപ്പുണ്ട് കണ്ടല്ലോ. ഇനി നമുക്ക് ക്ലോസ് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കി, എത്ര ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട്, 1,20,000 രൂപ. അപ്പൊ ആ 2 എമൗണ്ട് ചെയ്യണം, കുറച്ച് കാണിക്കണം. അപ്പൊ അത് വർക്കിംഗ് നോട്ട് നമ്പർ 2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ വർക്കിംഗ് നോട്ടായിട്ട് ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസിന് കാണിച്ചിരിക്കുന്നു കണ്ടോ. അത് ഹെഡ് ആണ്. അപ്പൊ നമ്മൾ അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്, 1,20,000. ലെസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്, 40,000. അപ്പൊ 2 കൂടെ കുറച്ച് എത്ര കിട്ടും, 80,000 കിട്ടും. ഈ 80,000 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ. ഓക്കെ. പിന്നെ മൂന്നാമതായിട്ട് എന്താണ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് പറയുമ്പോൾ അത് വർക്കിംഗ് നോട്ട് നമ്പർ 3 ആണ്. അപ്പൊ അതിനെന്തുണ്ട്, വർക്കിംഗ് നോട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ഐറ്റംസ് വരുന്നത്. നിങ്ങളിത് പറഞ്ഞ് PF കോൺട്രിബ്യൂഷൻ ആണ് അല്ലെ. എംപ്ലോയീസിന് കിട്ടുന്ന ഐറ്റം ആണ് BF കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അല്ലെ. പിന്നെ വേറെ എന്തുണ്ട്, ബോണസ് ടു എംപ്ലോയീസ് ഉണ്ട് അല്ലെ. പിന്നെ എന്തുണ്ട്, സാലറീസ് ഉണ്ട്. അപ്പൊ ഈ 3 ഐറ്റംസ് ആണ് എന്തെന്ന് പറയുക, എംപ്ലോയി ടു ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയെന്ന് പറഞ്ഞ്, BF കോൺട്രിബ്യൂഷൻ ഉണ്ട്, സാലറീസ് ഉണ്ട്, ബോണസ് ടു എംപ്ലോയീസ് ഉണ്ട്. അതാണ് വർക്കിംഗ് നോട്ട് നമ്പർ 3 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ കണ്ടോ. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്തു. സാലറീസ് 1,14,000, BF കോൺട്രിബ്യൂഷൻ 86,000, ബോണസ് ടു എംപ്ലോയീസ് 20,000 രൂപ കണ്ടോ. പിന്നെ അത് കൂടാണ്ട് ഒരൈറ്റം കൂടെ ഉണ്ട്, എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് വേജസ് കണ്ടോ. വേജസ് വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ കണ്ടോ, അപ്പൊ അത് കൺസിഡർ ചെയ്യണം. ഓക്കെ അല്ലേ. വേജസ് എന്ന് പറഞ്ഞ കൂലിയല്ലേ. അപ്പൊ അത് എംപ്ലോയിന്റെ ഭാഗമാണല്ലോ. അപ്പൊ എംപ്ലോയീസിന് എന്തുണ്ട്, ഒരു ഔട്ട്സ്റ്റാൻഡിങ് കിടപ്പുണ്ട്, കൊടുക്കാനുള്ള പൈസയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടെ കൺസിഡർ ചെയ്യാം. അപ്പൊ എത്ര ഐറ്റംസ് ആയി, 4 ഐറ്റംസ് ആയി അല്ലെ. അപ്പൊ അതെല്ലാം കൂടെ കൂടുമ്പോൾ എത്ര ഇടും, 2,26,000 വരും. ഈ എമൗണ്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് പറഞ്ഞ് 3 ആയിട്ട് കാണിച്ചിട്ടുണ്ട് കണ്ടല്ലോ. ഓക്കെ. ഇനി അടുത്തതാണ് ഫിനാൻസ് കോസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഫിനാൻസ് കോസ്റ്റിന് വരുമ്പോൾ ആര് മാത്രമേ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമേ ഉള്ളൂ.
അപ്പോൾ ആ ക്വസ്റ്റിനകത്ത് ഇൻട്രസ്റ്റ് ലോണിന് റേറ്റ് ഉണ്ടോ നോക്കി എവിടെ ഒരു കിടപ്പുണ്ടോ നോക്കി കേട്ടോ. ഇൻട്രസ്റ്റ് ലോൺ എത്ര രൂപ? 16,000 രൂപ. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? ഫിനാൻസ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ലോണിനകത്ത് നമുക്ക് എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ? അതുപോലെ നമുക്ക് ഡിബെഞ്ചേഴ്സിന് എന്തുണ്ടാവും? അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ലോണിന്റെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫിനാൻസ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതാണ്ട് ഫിനാൻസ് കോസ്റ്റിനായിട്ട് എത്ര കാണിക്കണം? 16,000 കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഇൻട്രസ്റ്റ് ലോണെന്ന് ബ്രാക്കറ്റ് ഇട്ടേ ഉള്ളൂ, ഒരു ഐറ്റം ഉള്ളതുകൊണ്ട് കണ്ടോ. അപ്പോൾ ഇവിടെ വർക്കിനോട് വരുന്നില്ലല്ലോ, ഇല്ല. ഇനി അടുത്തെന്താണ്? ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. അപ്പോൾ അത് വർക്കിനോട്ട് നമ്പർ 4 ആണ് അല്ലേ? അപ്പോൾ അതിനൊരു വർക്കിനോട്ട് ഐറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഡിപ്രീസിയേഷൻ എന്നൊരു ഐറ്റം വല്ലതും ഉണ്ടോ നോക്കി എന്നിട്ടുണ്ടെങ്കിലും അമോർട്ടൈസേഷൻ ഇവിടെ ചേർത്തുള്ളത് എന്തെങ്കിലും ഉണ്ടോ നോക്കി? ഉണ്ട്, താടത്തിന്. ഡിപ്രീസിയേഷൻ മെഷീനറി 18,000 രൂപ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അടുത്ത പേജ് നോക്കി. അതെ, ഡിപ്രീസിയേഷൻ പ്രിമീസസ് ഉണ്ടോ? അപ്പോൾ മെഷീനറിക്കും പ്രിമീസിനും എന്തുണ്ടായിരുന്നു? ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. അമോർട്ടൈസേഷൻ്റെ കാര്യം താഴെ പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വർക്കിംഗ് നോട്ട് നമ്പർ 4 ആയിട്ട് എഴുതാം. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഡിപ്രീസിയേഷൻ പ്രിമീസസ് 8,000, ഡിപ്രീസിയേഷൻ മെഷീനറി 18,000. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയും? 26,000 വരും. ഇതാണ് എമൗണ്ട്. മനസ്സിലല്ലോ? ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കാണിക്കാം. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് എത്ര രൂപ? 26,000. നാലാമത്തെ വർക്കിംഗ് നോട്ട് കണ്ടല്ലോ. ഓക്കെ. ഇനി അടുത്തതാണ് അതർ എക്സ്പെൻസ് ആണ് അല്ലേ? അപ്പോൾ അതർ എക്സ്പെൻസ് പറയുമ്പോൾ വർക്കിംഗ് നോട്ട് നമ്പർ 5 ആണ്. അപ്പോൾ അതിന് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി എന്തൊക്കെ അതർ എക്സ്പെൻസ് വരുന്നത്? ഒന്ന് റെന്റ് ഉണ്ട് അല്ലേ? പിന്നെന്തുണ്ട്? ബാഡ് ഡെബ്റ്റ്സ് ഉണ്ട് അല്ലേ? വേറെ ഐറ്റംസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ 2 ഐറ്റംസ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ? കണ്ടോ. വർക്കിംഗ് നോട്ട് നമ്പർ 5 എഴുതി. അതർ എക്സ്പെൻസ് റെന്റ് 40,200, ബാഡ് ഡെബ്റ്റ്സ് 3,800. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയും? 44,000 വരും. ഈ 44,000 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതർ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെൻസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 15,92,000 വരും. അപ്പോൾ ആ 2 വരെ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് കിട്ടി അല്ലേ? ഇനി അഞ്ചാമത്തെ ഐറ്റം എന്താണ്? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് 3 നിന്നും 4 കുറയ്ക്കണം അല്ലേ? അപ്പോൾ 3 ഏതാണ്? ടോട്ടൽ റവന്യൂ. 4 എന്ന് പറഞ്ഞതാണ് ടോട്ടൽ എക്സ്പെൻസ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങളത് പറഞ്ഞേ 10,00,000 മൈനസ് 11,92,000. ബാക്കിപ്പെട്ട എത്രയും? 3,08,000 വരും അല്ലേ? കണ്ടല്ലോ. ഓക്കെ. ഇനി 6 എന്താണ്? ടാക്സ് എക്സ്പെൻസ്. അത് ക്വസ്റ്റിനകത്ത് ഉണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ അവിടെ നില്ലെന്ന് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് ടാക്സ് എക്സ്പെൻസ് പറയുന്നുണ്ട്. ഇതാണ്ടേ കണ്ടോ. ടാക്സ് എക്സ്പെൻസസ് ഫോർ ദി ഇയർ എത്രയാണ്? 60,000 രൂപ. ഈ 60,000 ആണ് എവിടെ കാണിക്കുന്നത്? ഇവിടെ നമ്മൾ എഴുതുന്നത് കണ്ടോ. അത് രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ എമൗണ്ട് ആണ് 2,48,000 രൂപ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഏടെന്ന് കൊടുത്തത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടോ. പ്രോഫിറ്റ് ലോസ് ഫോർ ദ പീരീഡ്. ആ വർഷത്തെ അല്ല എന്താണ് ടാക്സ് കഴിഞ്ഞുള്ള എമൗണ്ട് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 2,48,000 രൂപ. കണ്ടല്ലോ. അപ്പോൾ ഇത്രയുള്ള സംഭവം. അപ്പോൾ വളരെ സിമ്പിളാണ് കണ്ടോ. ഈ ഐറ്റംസ് നിങ്ങൾക്ക് ഡിസോർഡർ ആയാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഓർഡറായി എഴുതി തന്നെ കിട്ടും. കണ്ടല്ലോ. അപ്പോൾ വളരെ സിമ്പിളാണ്, ഒരു പാടില്ല കണ്ടോ. അപ്പോൾ നമുക്ക് എത്ര വർക്കിംഗ് നോട്ട് ഉണ്ടായിരുന്നു? 5 വർക്കിംഗ് നോട്ട് ഉണ്ടായിരുന്നു അല്ലേ? ഒന്ന് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, പിന്നെ എന്തുണ്ടായിരുന്നു? ചേഞ്ചസിന് ഉണ്ടായിരുന്നു, എംപ്ലോയീസിൻ്റെ ഉണ്ടായിരുന്നു, ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു, അതർ എക്സ്പെൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഓർഡറിലാണ് വർക്കിംഗ് നോട്ട് പോകുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾ ഫോർമാറ്റ് വരച്ചിട്ട് വേണം അതിൻ്റെ താഴെ എന്ത് ചെയ്യാൻ? എന്തെഴുതാൻ? വർക്കിംഗ് നോട്ട് എഴുതേണ്ടത് കണ്ടോ. ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആദ്യം വർക്കിംഗ് നോട്ട് എഴുതി അതിൻ്റെ താഴെ എന്ത് ചെയ്യാം? ഫോർമാറ്റ് വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാനും നോ പ്രോബ്ലം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫോർമാറ്റ് നന്നായിട്ട് കാണാൻ പോലെ മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. ഈ ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ സീനിയർ ബാച്ചിന് ഇതൊരു എസ്എ പ്രോബ്ലമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിയാണ്ടല്ലോ ബാലൻസിന്. അപ്പോൾ അതിൽ ഏതെങ്കിലും എസ്എ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കും 10 മാർക്കായിട്ട് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ ചെയ്യണം, ഇത് നന്നായിട്ട് പഠിച്ചിട്ടേക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു വർക്കിംഗ് നോട്ട് അല്ല ഒരു ക്വസ്റ്റ്യൻസ് തരാം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇതുമായിട്ട് റിലേറ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ. താങ്ക് യു.